Next, linear programming problems. So, linear programming problems the programming problems in general deal with determine optimum allocation of limited resources to meet a given objectives. നമുക്കറിയാം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എടുക്കുക. അപ്പം നമ്മളുടെ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ഒബ്ജക്റ്റീവ് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവിനകത്ത് നമ്മൾ അവിടെ വരുന്ന റിസോഴ്സസ്, ആ ഒരു നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വരുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെയിനായിട്ട് നമ്മൾ പറയാറുണ്ട് 4 M's ആർ ദി മെയിൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ഏതൊക്കെയായിരിക്കാം? മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി പറയും. സോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റിസോഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് മീൻസ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഓപ്റ്റിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് or total cost using the limited resources subject to the various restrictions. നമുക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്തായിരിക്കാം? ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കാം. നമുക്ക് പറഞ്ഞ പോലെ ചിലപ്പോൾ മെൻ ലിമിറ്റഡ് ആയിരിക്കാം, അതായത് ഹ്യൂമൻ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് ലിമിറ്റഡ് ആയിരിക്കാം, ടൈം ലിമിറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസ്ട്രെയിൻസിൽ നിന്നൊക്കെയാണ്, കൺസ്ട്രെയിൻസ് മീൻസ് ലിമിറ്റേഷൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വച്ചിട്ടാണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ആ മാക്സിമം പ്രോഫിറ്റ് ഏത് രീതിയിൽ കൂടെ നമുക്ക് കിട്ടും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാറുണ്ട്. ദ ടേം ലീനിയർ മീൻസ് ദാറ്റ് ഓൾ ദ റിലേഷൻസ് ഇൻ ദ പ്രോബ്ലം ആർ ലീനിയർ ആൻഡ് ദ ടേം പ്രോഗ്രാമിംഗ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ എ പർട്ടിക്കുലർ പ്രോഗ്രാം ഓർ പ്ലാൻ ഓഫ് ആക്ഷൻ. The definition of linear programming problems. Linear programming may be defined as a method of determine an optimum program of interdependent activities in a view of available resources. നമ്മൾ എന്താ ചെയ്തത്? ഇപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളുടെ ഓർഗനൈസേഷനിലുണ്ട്. എല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റിസോഴ്സസും എല്ലാ വർക്ക്സും എല്ലാം കണക്റ്റഡ് ആണ്. അങ്ങനെ വെച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ്. എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ദ ഒബ്ജക്റ്റീവ് ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇസ് ടു എന്തായിരിക്കാം? മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കാം, ഓർ എന്തായിരിക്കാം? മിനിമൈസ് ദി കോസ്റ്റ്. ആസ് ഇൻ ദ കേസ് മേ ബി സബ്ജക്ട് ടു എ നമ്പർ ഓഫ് ലിമിറ്റേഷൻസ് നോൺ ആസ് കൺസ്ട്രെയിൻസ്. നമ്മൾ പറഞ്ഞു നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്, പ്രോഫിറ്റ് ഏൺ ചെയ്യണം, പക്ഷേ നമ്മൾക്ക് എന്തായിരിക്കും? ലിമിറ്റഡ് കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവില്ല. ഉള്ള ലിമിറ്റേഷൻസിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. The next applications or uses of linear programming, നമ്മൾ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആൻഡ് മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാറുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണ്, ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറിയണം. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എയിം എന്തായിരിക്കാം? ദ മാനേജർ വുഡ് ലൈക്ക് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് യൂണിറ്റ് of the products to be produced so as to maximize the profit. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എയിം എങ്ങനെയാണ്? നമുക്ക് ഓവറോൾ എയിം മാക്സിമം പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയായിരിക്കണം? മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം ഒരു മാനുഫാക്ചറാണ്. മാനുഫാക്ചറിങ്ങിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം? wants to develop a production schedule and inventory policy that will minimize the total production and inventory cost. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെൻട്രി സ്റ്റോക്കൊക്കെ ലെവലിൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അപ്പം മിനിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻട്രി കോസ്റ്റ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ആയിരിക്കാം നമുക്ക് ചെയ്യേണ്ടത്? അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാറുണ്ട്. മാർക്കറ്റിംഗ് മാനേജർ യൂസ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്, ഓൾട്ടർനേറ്റീവ്
അഡ്വർടൈസിങ് മീഡിയ, അപ്പം ഏതൊക്കെ ആയിരിക്കാം ബെറ്റർ ഡിസിഷൻസ് എടുക്കേണ്ടത്, ഏത് അഡ്വർടൈസിങ്ങിനാണ് ബെറ്റർ എഫക്റ്റീവ്നെസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റിലെ പ്രൊഡക്റ്റ് മിക്സിനകത്ത് പ്രൊഡക്റ്റ് സ്മൂത്തനിങ്, മീഡിയ സെലക്ഷൻ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലംസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെൻറ്റ് പ്രോബ്ലം യൂസ് ചെയ്യും, ബ്ലണ്ടിങ് പ്രോബ്ലംസ്, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി, റെയിൽ റോഡ് ഇൻഡസ്ട്രി, സ്റ്റാഫിംഗ് പ്രോബ്ലം, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. It provide an insight and perspective into problem environment related with a multi-dimensional phenomenon. This generally result in clear picture of the true problem. Multi-dimensional phenomenon, നമുക്ക് ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ലെവലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യും. അത് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിന് മാക്സിമം സൊല്യൂഷൻ കിട്ടുന്നത്, മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്യണം ആ ലിമിറ്റഡ് കൺസ്ട്രെയിൻസിനകത്ത് എന്നുള്ള രീതിയിൽ ഡിഫറെൻറ്റ് ടാങ്കിളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റുവേഷൻസ് ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. It makes a scientific and mathematical analysis of the problem situations. It also considers all possible aspects and remedies association with the problem. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ റിസർച്ച് തന്നെ സയൻറ്റിഫിക്കലി ആണ്, സയൻറ്റിഫിക്കലി ഇൻ ദ സെൻസ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അല്ലേ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്പം സെർട്ടൈൻ റൂൾസ്, അപ്പോൾ കറക്റ്റായിട്ട് മാത്തമാറ്റിക്സ് ഇക്വേഷൻസ് ഈ കൂടെയൊക്കെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, ഫോർമാറ്റ് ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും അതിനകത്ത് കിട്ടുന്നത്. Then it gives an opportunity to the decision maker to formulate his strategies consistent with the constraints and objective. അപ്പം ഇവിടെ ഡിസിഷൻ മേക്കർ എന്താ ചെയ്യുന്നത്, ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് എന്താണ്, ഇപ്പം നമ്മൾ നമ്മുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ആണോ മിനിമം കോസ്റ്റ് ആണോ, അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ആക്സസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ലിമിറ്റഡ് കൺസ്ട്രെയിൻസ്, നമ്മുടെ കയ്യിലുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ലിമിറ്റഡ് റിസോഴ്സസ് എന്തൊക്കെയാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കർ ഇവിടെ ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. It deals with changing situations. Once a plan is arrived at through the linear programming, it can be reevaluated for changing conditions. നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കറിയാം പ്രോബ്ലംസ് നമുക്ക് ഇപ്പം സ്റ്റിൽ അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡേറ്റയിലെ കാര്യത്തിൽ എന്ത് ചെയ്യും, ഇപ്പോൾ റിസോഴ്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ചേഞ്ചിങ് കണ്ടീഷൻ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാറുണ്ട്. By using linear programming, the decision maker makes sure that he is considering the best solution. നമ്മൾ അങ്ങനെയാണല്ലേ ഒരു ഡിസിഷൻ മേക്കർ ഇപ്പം ലീനിയർ പ്രോഗ്രാമിൽ കൂടെ സോൾവ് ചെയ്യുമ്പോൾ ബെസ്റ്റ് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം തന്നെ സോൾവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. നമ്മൾ പറഞ്ഞു ലീനിയാരിറ്റി എന്താണെന്ന് കൂടെ നമുക്ക് അറിയണം അല്ലേ. ലീനിയാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രെയിൻസ് ഷുഡ് ബി ഇൻ ലീനിയർ ഫ്രോം മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡിഗ്രി 1 വെച്ചിട്ടുള്ളതാണ് ലീനിയർ ഇക്വേഷൻസ്. ആ ഒരു ലീനിയർ ഇക്വേഷൻസിൻ്റെ ഫോർമുല ആയിരിക്കും നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോബ്ലം, അതുപോലെ തന്നെ നമ്മളുടെ കൺസ്ട്രെയിൻസ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഡിഗ്രി 1 ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് സോൾവ് ചെയ്യുന്നത്, ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Then it has some limitations. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ the major limitation of linear programming is that it treats all the relationship as linear. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ലീനിയാരിറ്റിയാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റിയൽ ലൈഫ് സിറ്റുവേഷനെയും അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട്. നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുള്ള അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ ലീനിയാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കേസസ് ആണ്.
Usually the decision variables would have physical significance only if they have integer values, but sometimes we get fractional values answers in linear programming. നമുക്കറിയാം പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ തന്നെ അറിയാറുണ്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എല്ലാ കേസസിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടണമെന്നില്ല, ഒരു ഫ്രാക്ഷൻസ് വാല്യൂസും കൂടെ വരുന്നുണ്ട്. Then all the parameters in the linear programming model are assumed to be constants, whereas in reality they are frequently neither nor constraints. നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എന്താണ് പറയുന്നത്, കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ ഏതൊക്കെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് എന്തായിട്ടായിരിക്കാം, ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് എത്ര നമ്പർ ആ ഡിജിറ്റ് കോൺസ്റ്റൻറ്റ് ഡിജിറ്റായിട്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷേ റിയൽ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ആ നമ്മൾ പറയുന്ന കോൺസ്റ്റൻറ്റ് ഡിജിറ്റ് നമ്മൾ പറയില്ലേ ഇത്ര കൺസ്ട്രെയിൻസ് ഇത്ര ആൾക്കാർ എന്നുള്ള കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് പറയും, അതിൽ ചിലപ്പം എന്ത് വരുന്നുണ്ട് ചേഞ്ചസ് റിയലി വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ആവണമെന്നില്ല അത്. Many problems are complex since the number of variables and the constraints are quite a large number. നമ്മൾ എടുക്കുന്ന പ്രോബ്ലംസ് ചിലപ്പം if it is a complex problem അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളുടെ കൺസ്ട്രെയിൻസ് ലിമിറ്റേഷൻസും അതിനനുസരിച്ചിട്ട് ഒരുപാടുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസും അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എന്തായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. So these are some of the limitations of linear programming problem. Next is the essential ingredients or characteristics of linear programming problem. First one is objective function. നമ്മൾ linear programming problemത്തിൽ ഫസ്റ്റ് എഴുതുന്നത് എന്തായിരിക്കാം, objective function ആണ്. Objective function is the form of z is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് z is equal to c1 into x1 plus c2 into x2 plus etc വരും. അപ്പോൾ ഈ c1 c2 etc cn ആദ്യ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിലെ വാല്യൂസിൽ നമ്മൾ എന്ത് വരില്ലേ, ചേഞ്ചസ് വരില്ലേ, കോൺസ്റ്റൻറ്റും ഈ പറഞ്ഞിട്ടുള്ള x1 x2 ആണ് ഡിസിഷൻ വേരിയബിൾ. നമ്മൾ ഏത് കാര്യത്തിലാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ഇപ്പം നമ്മൾ പറയുകയാണ് ഇപ്പം ഏതെങ്കിലും ഒരു രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്, ഇപ്പോൾ ഒരു ടേബിൾ ചെയറിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് അറിയേണ്ടത്, അതാണ് പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം നമുക്ക് ആ ടേബിൾ ചെയർ കൊണ്ട്. അപ്പോൾ നമുക്കറിയാം ആ ടേബിൾ ചെയർ അത് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് വരുന്ന x1 x2 ഡിസിഷൻ വേരിയബിൾ. ഏതിനാണോ ഡിസിഷൻ എടുക്കേണ്ടത് ആ വേരിയബിൾസ് ആയിരിക്കും ഇവിടെ വരുന്ന x1 x2. c1 c2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എത്ര എണ്ണം എത്ര പ്രോഫിറ്റ് എന്ന് നമ്മൾ കോൺസ്റ്റൻറ്റ് പറയില്ലേ, അതാണ് c1 c2. നെക്സ്റ്റ് ഇസ് ദ ലീനിയർ കൺസ്ട്രെയിൻസ്. ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. പക്ഷേ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെങ്കിലും ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു മാക്സിമം നമുക്ക് ഈ ടേബിളും ചെയറൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ ടൈം ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പം ഹ്യൂമൻ റിസോഴ്സസ് വർക്കേഴ്സ് ചിലപ്പോൾ കുറവായിരിക്കാം, ലിമിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, അത് ആ കൺസ്ട്രെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ constraints. There are a set of restrictions ആണ് അവിടെ വരുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് റെസ്ട്രിക്ഷൻസ് ചെയ്താൽ a1 into x1 plus a1 into a2 into x2 plus etc. എത്ത് വരെയാണോ വരുന്നത് അത് വരെ പറയും. അപ്പം നമ്മൾ എന്ത് പറയുന്നുണ്ട്, കൺസ്ട്രെയിൻസ് എന്താണോ ലിമിറ്റേഷൻസ് നമ്മൾ ചെയ്യാനുള്ളതാണ് ലീനിയർ കൺസ്ട്രെയിൻസ്. Feasible solution to a linear programming problem is a set of values of the variables x1 x2 etc xn which satisfy the constraints. ഈ x1 x2 എന്ന് പറഞ്ഞു നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ടേബിൾ ചെയർ ഒക്കെ ഉണ്ടാക്കണം, പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കണം, അത് സെയിൽ ഔട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള x1 x2 ഈ ടേബിൾ ചെയറിൻ്റെ കാര്യങ്ങൾ അതിൽ നമ്മൾ അത് ഈ പിന്നെ കൺസ്ട്രെയിൻസിനകത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒരു ഗ്രാഫിക്കൽ
നമ്മളിവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അല്ലേ. ആ ഫീസിബിൾ പോയിന്റ് നമുക്ക് അപ്പം എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഫീസിബിൾ സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഫീസിബിൾ സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്റ്റിമൽ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ദെയർ ക്യാൻ ബി വൺ ഓർ മോർ ഫീസിബിൾ സൊല്യൂഷൻ ടു എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. എ ഫീസിബിൾ സൊല്യൂഷൻ വിച്ച് optimizes the objective function is known as optimal solution. ഈ ഫീസിബിൾ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് നോക്കും അതെനിക്ക് സ്യൂട്ട് ആവുന്നത്. അപ്പം മാക്സിമം പോയിന്റ് ഏതിൽ കൂടിയാണ്, മാക്സിമം പ്രോഫിറ്റ് ഏതാണ് കിട്ടുന്നത്, ആ പോയിന്റ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്, ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. Then next is the formation of mathematical model to the linear programming problem. First step എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി ഒബ്ജക്റ്റീവ് ആസ് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് പറയുന്നത്